ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98ാം ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1ാം ക്വാളിഫയറിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.